ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടോ, അപ്പൊ പിന്നെ താൻ പട്ടിണി കിടക്കാനോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും പുറത്തു പോയി ഭക്ഷണം കഴിക്കാം. വാ. അവിടെ എനിക്ക് വിശക്കുന്നില്ല, എനിക്ക് വേണ്ട. കഴിക്കടോ. ഹരിക്ക് വേണ്ടല്ലോ, അത്രയല്ലേ ഉള്ളൂ. അമ്മാവ, ഞാൻ പോവാ, കിടക്കാൻ പോവാ. അല്ല, ഇത് കഴിക്കാൻ മതിയായാലോ നിനക്ക്? അവ ഇത്ര നിസ്സാര ഒരു കാര്യത്തിന്. നിസ്സാരമായ കാര്യമാ? എടാ പെണ്ണുങ്ങളാ, ജീവിതത്തില് നിസ്സാര കാര്യം നമുക്ക് തോന്നുന്നത് അവർക്ക് വലിയ വലിയ കാര്യങ്ങളാ. അത് അറിഞ്ഞ് നീ പെരുമാറാൻ പഠിക്കണം. അല്ലാത്ത വെറുതെ മണ്ടന്മാരായി പോവും. നീ ഒരു കാര്യം ചെയ്യ്, നീ ചെല്ല്, എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്ക്. എന്നിട്ട് നീ എവിടെയെങ്കിലും പോകുമ്പോ അതൊന്ന് വ്യക്തമായിട്ട് ആ കൊച്ചിനോടൊന്ന് പറഞ്ഞേക്ക്. മോനെ, ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു നൂൽപാലത്തിന്മേലുള്ള കളിയാ. അതിനകത്ത് ഇന്ന മാതിരുന്നൊരു പെണ്ണെന്നോ ഇന്ന മാതിരുന്ന ആണെന്നോ ഇല്ല. ഒരു തരം സർക്കസ്. മക്കളെ, അത് ജയിച്ചാലേ രക്ഷയുള്ളൂ കേട്ടാ. അമ്മാവൻ കഴിക്കോ? എനിക്ക് വേണ്ട. വേണ്ട, അത്ര തന്നെ. അല്ല, ചേടാ, ഇതിപ്പോ മൊത്തം കുഴപ്പമായല്ലോ. ഞാനിപ്പോ എന്തിപ്പോ ചെയ്യാ? കറക്കം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് വന്നതല്ലേ, കിടന്നു. കിടക്കാം. അല്ല, അതിനു മുമ്പ് എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്തു പറയാൻ? മുമ്പത്തെ എന്റെ ഒരു ശീലമായിരുന്നു, ഒരു ദിവസത്തെ നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഓർത്ത് വെച്ചിട്ട് വൈകുന്നേരം ഒരു കണക്ക് കൂട്ടലുണ്ട്. അതുകൊണ്ട് എന്താ ഗുണമെന്നറിയോ? ഈ ചില കാര്യങ്ങളിലെ തെറ്റും ശരിയും ഒക്കെ പെട്ടെന്ന് മനസ്സിലാവും. എന്നാ കണക്ക് കൂട്ടിക്കും, ഞാൻ ഉറങ്ങാൻ പോകും. പണ്ട് ഞാൻ തനിച്ചല്ലേ, ഇപ്പൊ ഞാൻ തനിച്ചല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് കണക്ക് കൂട്ടാം. എടോ, ഉത്തരയായിട്ടുള്ള എന്റെ സൗഹൃദം ഏതെങ്കിലും രീതിയിൽ തന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ? അല്ല, ഉണ്ടെങ്കിൽ അത് എന്നോട് തുറന്നു പറയണം. എന്നോട് സംശയരോഗിയായിട്ട് കാണാണോ? അല്ല, അങ്ങനെയൊന്നും താൻ അധപ്പതിക്കില്ല എന്നുള്ളത് എനിക്കറിയാം. അല്ല, എന്നാലും ചെറുതുണ്ടല്ലോ, ഈ കുറുമ്പ്, കുട്ടിക്കുശുമ്പ്, അങ്ങനെയൊക്കെ. ഉണ്ട്. ഉണ്ട്, എനിക്കറിയാം. ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും ചില സ്വാർത്ഥതകളൊക്കെ ഉണ്ട്. ഹരിയോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചപ്പോ ഞാനും ചെറുതായിട്ട് അങ്ങനെ ആയിപ്പോയി. ഹരി എല്ലാവരോടും നന്നായിട്ട് പെരുമാറുന്ന ആളാണ്. ഉത്തരയോടും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ഹരി എന്നെ ഓർത്തോ?
ഞാനിവിടെ വിളമ്പ് വെച്ച് ഹരിയെയും കാത്തിരിക്കണമെന്ന് ഓർത്തോ? സോറിടോ, ഞാനങ്ങ് വിട്ടുപോയി. റിയലി സോറി. എടോ, നമ്മളിപ്പോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് ഉണ്ടല്ലോ, ഉത്തരയാണ് അതൊക്കെ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ഇനിയിപ്പോ അത് ഇഷ്ടമല്ല എന്ന് താൻ പറഞ്ഞ, എടോ, ഇപ്പൊ ഈ നിമിഷം നമ്മളെ പ്രൊജക്ട് തന്നെ വേണ്ടാന്ന് വെക്കും. എന്തിന്? ഞാനിപ്പോ അതാണോ പറഞ്ഞ? ഹരിക്ക് 100,000 സുഹൃത്തുണ്ടായാലും എനിക്ക് ഒരു കുഴപ്പമില്ല. അതില് ഒരുപാട് പെണ്ണുങ്ങളുണ്ടായാലും എന്നെ അത് ബാധിക്കില്ല. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ ചില പരിഗണനകളുണ്ട്. ഒരാൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോ എന്റെ നേർക്കുള്ളൊരു നോട്ടം, ഭക്ഷണം കഴിക്കാൻ സമയമാകുമ്പോ എന്നോടൊരു ചോദ്യം, ഇതൊക്കെ ഏത് പെണ്ണുങ്ങൾ ആഗ്രഹിക്കാത്ത? ഇനി ആവർത്തിക്കില്ല. അതെ, ഞാനും ഈ ദാമ്പത്യ ജീവിതത്തിൽ അംഗൻവാടിയിൽ എത്തിയതേ ഉള്ളൂ. ഇനി പഠിച്ച് പഠിച്ച് മുന്നേറണം. പിന്നെ പ്രൊജക്ട് നിർത്താനുള്ള മാർഗങ്ങളൊന്നും ചിന്തിക്കല്ലേ. അത് മുന്നോട്ട് പോകന്നെ വേണം. ഓക്കെ, അപ്പൊ അത് കോംപ്രമൈസ് ആയേ. ഇനി നമുക്ക് ചെന്നിരുന്ന് ഭക്ഷണം കഴിച്ചാലോ? എനിക്ക് വേണ്ട. എടോ, അപ്പൊ പിന്നെ താൻ പട്ടിണി കിടക്കാനോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും പുറത്തു പോയി ഭക്ഷണം കഴിക്കാം. വാ. മിണ്ടാതിരുന്നേ അവിടെ. എനിക്ക് വിശക്കുന്നില്ല. പിന്നെ ഇതൊരു ഓർമ്മയായിട്ട് അവിടെ കിടന്നോട്ടെ. എടോ, ഈ പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ താനുമായിട്ട് പുറത്തേക്ക് പോയാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം ഇങ്ങനെ പോയാ മതി. എന്നോട് വിഷമം തോന്നല്ലേ കേട്ടോ. ഒരുപാട് പാവമായി പോയി എന്റെ നിത്യ. മധുരനോ